ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തി. തുറവൂർ സ്വദേശി 24-കാരൻ ഐവിൻ ജിജു ആണ് മരിച്ചത്. സംഭവത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ CISF SI വിനയകുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻ കുമാർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള നായത്തോട് ബുധനാഴ്ച രാത്രിയിലാണ് അപകടം സംഭവിച്ചത്. വാഹനത്തിന് സൈഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് CISF ഉദ്യോഗസ്ഥരും ഐവിനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. തർക്കത്തെ തുടർന്ന് ഐവിൻ CISF ഉദ്യോഗസ്ഥൻ ഓടിച്ച കാറിന് മുന്നിൽ നിന്നു. ഐവിൻ മുന്നിൽ നിൽക്കുന്നത് കണക്കാക്കാതെ CISF ഉദ്യോഗസ്ഥൻ കാർ മുന്നോട്ടെടുക്കുകയായിരുന്നു. കാർ ഇടിച്ച് ബോണറ്റിലേക്ക് വീണ ഐവിനുമായി 1 കിലോമീറ്ററോളം ദൂരം ഓടിച്ചുപോയി. പിന്നീട് കാർ ബ്രേക്ക് ഇട്ടതോടെ തെറിച്ചു വീണ ഐവിന്റെ ദേഹത്തൂടെ കാർ കയറ്റിയിറക്കി. 20 മീറ്ററോളം ഐവിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ശരീരത്തിന്റെ ഒരു ഭാഗം ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു. മൂക്കിൽ നിന്നടക്കം രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. പരിക്കേറ്റ ജിജോയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വിമാനത്താവളത്തിന് അടുത്തുള്ള ഹോട്ടലിലെ ഷെഫാണ് ഐവിൻ. ജോലി കഴിഞ്ഞ് രാത്രിയിൽ തിരികെ പോകുന്നതിനിടയിലാണ് സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട മോഹൻ കുമാറിനെ ഇന്നലെ രാവിലെ വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടി. സംഭവ സ്ഥലത്ത് വെച്ച് നാട്ടുകാരുടെ മർദ്ദനമേറ്റ SI വിനയകുമാർ അങ്കമാലി LF ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരെയും CISF സൗത്ത് സോൺ DIG സസ്പെൻഡ് ചെയ്തു. ഫുട്ബോൾ കളിക്കിടെ ഉണ്ടായ തർക്കം പരിഹരിക്കാൻ ഇടപെട്ട 17-കാരന് നേരെ ആക്രമണം. തലയോട്ടിക്ക് ഗുരുതരമായി പരിക്ക്. പാലക്കാട് പട്ടാമ്പി കൊടലൂർ സ്വദേശി KT ഹഫീസിനാണ് തലയ്ക്ക് പരിക്കേറ്റത്. കളിക്കിടെ ഉണ്ടായ തർക്കം പരിഹരിക്കുന്നതിനിടെ 15 പേരടങ്ങുന്ന സംഘം ആയുധം ഉപയോഗിച്ച് കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. +2 വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. ഇൻസ്റ്റഗ്രാം വഴി ബന്ധം സ്ഥാപിച്ച +2 വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിക്കുകയും നഗ്നചിത്രങ്ങൾ എടുക്കുകയും ചെയ്ത പയ്യോളി പടിഞ്ഞാറെ മൂപ്പിച്ചതിൽ സ്വദേശി SK ഫാസിലാണ് പിടിയിലായത്. പീഡന വിവരം പുറത്തറിഞ്ഞാൽ ചിത്രങ്ങളും വീഡിയോയും പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ പെൺകുട്ടി വിവരം മറച്ചുവെക്കുകയായിരുന്നു. ഫോണിൽ സുഹൃത്തിനോട് സംസാരിക്കുന്നത് ചോദ്യം ചെയ്ത 10 വയസ്സുകാരനെ മാതാവ് ചായപാത്രം കൊണ്ട് പൊള്ളിച്ചു. സംഭവത്തിൽ കീക്കാനം വില്ലേജിലെ യുവതിക്കെതിരെ ബേക്കൽ പോലീസ് കേസെടുത്തു. സ്കൂളിൽ സഹപാഠിയായിരുന്ന കള്ളാർ സ്വദേശിയായ സുഹൃത്തുമായി യുവതി വീഡിയോ കോൾ ചെയ്തതിനെയാണ് മകൻ ചോദ്യം ചെയ്തത്. ഇത് അവസാനിപ്പിക്കാൻ മകൻ ആവശ്യപ്പെട്ടെങ്കിലും യുവതി തയ്യാറായില്ല. ഈ വിവരം അച്ഛനോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ഇവർ ഇതിൽ നിന്ന് പിന്മാറിയില്ല. കഴിഞ്ഞ 28-ന് വൈകിട്ട് 5 മണിയോടെ ഫോണിൽ സംസാരിക്കുന്നതിനിടെ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാതിരുന്ന മകനെ ചായപാത്രം കൊണ്ട് വയറിൽ പൊള്ളിക്കുകയായിരുന്നു എന്നാണ് പരാതിയിലുള്ളത്. ഈ വിവരം ആരോടും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടെ യുവതി 2 മക്കളെയും ഉപേക്ഷിച്ച് സുഹൃത്തിനൊപ്പം ഒളിച്ചോടി. ഭാര്യയെ കാണാനില്ല എന്ന ഭർത്താവിന്റെ പരാതിയിലും ബേക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. മധ്യവയസ്കൻ വെടിയേറ്റ് മരിച്ച നിലയിൽ. കോടാഞ്ചേരി പഞ്ചായത്തിലെ പാത്തിപ്പാറയിലാണ് സംഭവം. കാട്ടിലെടുത്ത് ചന്ദ്രനെയാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 ദിവസമായി ഇദ്ദേഹത്തെ കാണാനില്ലായിരുന്നു. മദ്യലഹരിയിലെത്തിയ കൊച്ചുമകൻ 88 വയസ്സുള്ള മുത്തശ്ശിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കണ്ണൂർ പയ്യന്നൂർ കണ്ടങ്കാളി സ്വദേശി കാർത്തിയായനിക്ക് നേരെയാണ് മർദ്ദനമുണ്ടായത്. സംഭവത്തിൽ കൊച്ചുമകൻ റിജുവിനെതിരെ പയ്യന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കാർത്തിയായനി പരിയാരം മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ആത്മഹത്യ ചെയ്ത യുവാവിന്റെ സംസ്കാര ചടങ്ങിനിടെ മറ്റൊരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. സുഹൃത്തിനെ മരണത്തിലേക്ക് തള്ളിവിട്ടെന്ന് ആരോപിച്ചാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. ക്രൂരമർദ്ദനത്തിന് പുറമെ കയ്യിലുണ്ടായിരുന്ന പണവും 10-അംഗ സംഘം അപഹരിച്ചു. പ്രതികളുടെ സുഹൃത്തായ പൂജപ്പുര ആലമ്പുറം സ്വദേശിയായ വിഷ്ണു എന്നയാൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം തൈക്കാട് ശാന്തി കവാടത്തിൽ ഇയാളുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഇതിൽ പങ്കെടുക്കാനായി എത്തിയ മരണപ്പെട്ട വിഷ്ണുവിന്റെ സുഹൃത്തായ തിരുമല പ്രവീണിനെയാണ് 10 പേരടങ്ങുന്ന സംഘം മർദ്ദിച്ച് അവശനാക്കിയ ശേഷം തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ 4 പ്രതികളെ പോലീസ് പിടികൂടി.